നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ ഒരു പടയൊരുക്കം തന്നെയാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം മറ്റൊന്നുമല്ല ഇറാൻ, അതിനേക്കാളൊക്കെ ഉപരി ഖമേനി, അല്ലെങ്കിൽ അവിടെ ജനങ്ങളെ വളരെ വർഷങ്ങളായി അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൊല്ലാക്ക ആ ഒരു ഭരണം. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ ഇറാനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതവിടെ എത്തിച്ചേർന്നുവെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സൈനിക താവളങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏത് ഘട്ടത്തെയും നേരിടാൻ, ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു. ഫൈറ്റർ വിമാനങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഏത് നിമിഷവും ഒരു ഘോരയുദ്ധം അവിടെ മധ്യപൂർവേഷ്യയിൽ, പശ്ചിമേഷ്യയിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ട്രംപിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യം എന്താണ്? ഈ സംഘർഷത്തിന് എങ്ങനെയാണ് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുക? ഖമേനി ഭരണകൂടത്തെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കുമോ? ഈ വിഷയങ്ങളാണ് ഇന്ന് 4 മണി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ സനന്ദ് സദാനന്ദൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ അഭിലാഷ് ജി രമേശൻ, നമ്മൾ ഏകദേശം ഒരാഴ്ച മുമ്പ് ഈ സമാനമായി ഈ വിഷയം തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു ക്ലൈമാക്സ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ പടയൊരുക്കം ഒരു അവസാന ഘട്ടത്തിൽ, അമേരിക്കയുടെ ഇസ്രായേലിന്റെ പടയൊരുക്കം അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തെ നാം വിലയിരുത്തുമ്പോൾ ഒരു ഓൾ ഔട്ട് വാറിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ ഖമേനി ഏതെങ്കിലും സാഹചര്യത്തിൽ മുട്ടുമടക്കി ഒരു കോംപ്രമൈസിലേക്ക് പോയി അങ്ങനെ സംഘർഷത്തിന് അയവ് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഡോക്ടർ അഭിലാഷ് ജി രമേശ്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തതിന്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസിക് സ്റ്റാൻഡ് ഓഫിലേക്ക് നമ്മുടെ ഈ പറയുന്ന സാഹചര്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം US അർമാഡ അല്ലെങ്കിൽ US-ന്റെ ഫ്ലീറ്റ് നമ്മളെ മിഡിൽ ഈസ്റ്റിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെയും നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ബ്ലോൺ വാർ എന്നുള്ള രീതിയിലേക്ക് ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ മാറാൻ സാധ്യതയില്ല. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ഇൻട്രസ്റ്റുകൾ, നിലവിലുള്ള അമേരിക്കൻ ഇൻട്രസ്റ്റുകളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയ ഒരു റെജീം ചെയ്യുന്ന സാധ്യതയാണ് ഇവിടെ മുന്നിൽ കാണുന്നത്. പക്ഷെ നമ്മുടെ ഇറാൻ സുപ്രീം ലീഡറുടെ 3ാമത്തെ മകൻ ഒഫീഷ്യലായിട്ട് സ്ഥാനം ഏറ്റെടുക്കുകയും കമ്മ്യൂണിക്കേഷൻസ് തുടരുകയും അതുപോലെ തന്നെ ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പുതിയ രീതിയിലുള്ള ഒരു ചർച്ചകൾ, ഒരു പാരലൽ ചർച്ചകൾ തുടങ്ങിയതായിട്ടൊക്കെ അറിയാൻ കഴിയുന്നത്. സോ ഒരു ഫുൾ ബ്ലോൺ വാർ എൻ്റെ ഒരു അഭിപ്രായത്തിലെ നിരീക്ഷണത്തില് നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാവില്ല. ഒരുപക്ഷെ ഒരു വെനസ്വേലൻ മോഡൽ ഓഫ് ചേഞ്ച് ഓഫ് റെഷീം വിത്തൗട്ട് മച്ച് ബ്ലഡ് ഷെഡ് എന്നൊരു ആശയമായിരിക്കാം ഉരുത്തിരിഞ്ഞു വരിക. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു എക്കണോമിക് സിസ്റ്റം അമേരിക്കയുടെ ഗ്രോത്തിനും അമേരിക്കയുടെ സസ്റ്റനൻസിനും പോലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു മേജർ സ്റ്റാൻഡ് ഓഫ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും എന്നതിനപ്പുറത്തേക്ക് ഒരു ഫുൾ ബ്ലോൺ വാർ അല്ലെങ്കിൽ ഒരു ഫുൾ ബ്ലോൺ കോൺഫ്ലിക്റ്റിലേക്ക് ഇത് പോകാൻ അമേരിക്കയോ അതുപോലെ തന്നെ അമേരിക്കയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇസ്രായേലോ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്രംപിന്റെ സ്ഥിരം ഒരു സ്ട്രാറ്റജിയാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി എടുത്ത് നോക്കുമ്പോൾ ഒന്ന് കയറ്റിയിട്ടടിക്കുക, ഒരു ബിസിനസ് മാന്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് കയറ്റിയിട്ടടിക്കുക എന്നുള്ളൊരു ഒരു സംഗതി. ആദ്യം വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നു. ഇപ്പോൾ താരിഫ് ആയിക്കോട്ടെ, താരിഫ് ചെലുത്തും അല്ലെങ്കിൽ അത് ചെയ്യും എന്നൊക്കെ പറയുന്നു. പിന്നെ വരുതിയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഒന്ന് കോംപ്രമൈസിലേക്ക് അല്ലെങ്കിൽ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഒന്ന് പിന്മാറുന്നു. ആ ഒരു സ്ട്രാറ്റജിക്ക് ഇവിടെ എത്രത്തോളം ഒരു സാധ്യതയുണ്ട്? കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ഇറാനാണ്, ഒരു ഭരണകൂടമാണ്. അവരുടെ ബദ്ധവൈരികൾ അമേരിക്കയും ഇസ്രായേലുമാണ്. അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ശത്രുത എന്ന് പറയുന്ന വികാരം എന്ന് പറയുന്ന അമേരിക്ക വിരുദ്ധതയും ഇസ്രായേൽ വിരുദ്ധതയുമാണ്. അപ്പോൾ ട്രംപ് കഴിഞ്ഞ ഒരു വർഷമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിക്ക് ഈ ഇറാൻ വിഷയത്തിൽ എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള, ആയാസകരമായി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഡോക്ടർ അഭിലാഷ്. ട്രംപിന്റെ ഇപ്പം വെനസ്വേലൻ മോഡൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് ജിയോഗ്രാഫിക്കലി വളരെയധികം അടുത്തുള്ള ഒരു രാജ്യവുമായിട്ടുള്ള ഒരു എളുപ്പത്തിൽ നടന്ന ഒരു പ്രക്രിയയായിരുന്നു. പക്ഷേ ഇറാൻ പോലൊരു രാജ്യത്തെ നമ്മൾ ഇൻവേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ ഒക്കെ നേരിട്ട് രക്തരൂഷിതമായ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ ട്രംപിന്റെ സ്ട്രാറ്റജി വിജയിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് സിസ്റ്റത്തിനകത്തേക്ക് ചെന്ന് ഒരു അറ്റാക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ
കൊളാട്രൽ, എക്കണോമിക് കൊളാട്രൽ എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റും അമേരിക്കൻ ഇൻട്രസ്റ്റും കൂടിയാണ്. പിന്നെ ഞാനിതിൽ വേറൊരു ഭാഗം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ ഒരു ഓയിൽ വോളറ്റൈലിറ്റി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് അമേരിക്കയിലുള്ള വെനസ്വേലൻ ഓയിൽ സ്റ്റോക്കിനെ ഒരു പുതിയ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ബിസിനസ് ബുദ്ധി കൂടി ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ഞാൻ ഡോക്ടർ സനന്ദിലേക്ക് വരികയാണ്. ഡോക്ടർ സനന്ദ്, നമുക്കറിയാം ഈ പറയുന്ന പോലെ ഒരു ആത്യന്തികമായിട്ട് ഇപ്പം ഒരു ഇസ്ലാമിക പക്ഷത്തുള്ള മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നത് ഈ സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ കഴിഞ്ഞ അൽജസീറയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരു റെജീം ചേഞ്ച്. ഈ റെജീം ചേഞ്ച് അത് എത്രത്തോളം സാധ്യമാണ്? കാരണം 79-ലെ ഇസ്ലാമിക റവല്യൂഷന് ശേഷം നമുക്കറിയാം ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഭരണം മാത്രമല്ല, അതിനകത്ത് ഒരു മതപരമായിട്ടുള്ളൊരു എലമെന്റ് കൂടിയുണ്ട്, അവരുടെ ഒരു ഐഡിയോളജി പരമായിട്ടുള്ള ഒരു എലമെന്റ് കൂടിയുണ്ട്. അതിനാൽ തന്നെ ഒരു റെജീം ചേഞ്ച്, ഒരു സ്വയം പ്രേരിതമായിട്ടുള്ള ഒരു റെജീം ചേഞ്ചിന് എത്രത്തോളം ഒരു സാധ്യത നിലവിൽ ഇറാനിലുണ്ട് ഡോക്ടർ സനന്ദ്? തീർച്ചയായും ഒരു ഭരണമാറ്റം എന്ന് സംബന്ധിച്ച് പലപ്പോഴും ഇറാനെ കുറച്ച് പുറത്തു വരുന്ന വാർത്തകളെ സംബന്ധിച്ച് പലപ്പോഴും അവ്യക്തതകളുണ്ട്. കാരണം ഇറാനകത്തുള്ള ഈ മാധ്യമങ്ങളുടെ നിയന്ത്രണം മൂലവും ഇന്റർനെറ്റിലുള്ള മൂലവും പലപ്പോഴും ഈ ഇറാനെ കുറിച്ചുള്ള സെക്കൻഡറി റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. പൊതുവിൽ ഇറാന്റെ ഒരു സ്റ്റേറ്റിന്റെ, ഒരു സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നുള്ളതാണ്. അവിടെ റിപ്പബ്ലിക് എന്നുള്ള പദം ഉണ്ടെങ്കിൽ പോലും അത് അടിസ്ഥാനപരമായിട്ടൊരു മതഭരണകൂടമാണ്. എങ്ങനെയാണ് 1979 ഈ മതഭരണകൂടം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് നോക്കിയാൽ അതിനുശേഷവും കൃത്യമായിട്ട് ഈ മതഭരണകൂടത്തെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും സ്റ്റേറ്റിന്റെ ഒരു ഫംഗ്ഷൻ. നമ്മൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള സംവിധാനത്തിന്റെ തന്നെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക് റവല്യൂഷനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ആ രീതിയിൽ മതവും രാഷ്ട്രീയവും ചേർന്ന് കുഴഞ്ഞു നിർത്തുന്ന ഒരു ഭരണകൂടമാണ്, സംവിധാനമാണ് അവിടെയുള്ളത്. ഇപ്പോ ഉണ്ടായ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചുള്ള സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ഒരു ഭരണമാറ്റം എന്നുള്ളതാണ്. പക്ഷെ അത് വെനിസുലയെ പോലെ എളുപ്പത്തിൽ ഒരു ഭരണമാറ്റം അവിടെ സാധ്യമല്ല. കാരണം അവിടെ മദൂറോയ്ക്ക് എതിർക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്, മറ്റവിടെ പോലുള്ള വിഭാഗങ്ങളുണ്ട്. അവരുടെ സഹായം ഉണ്ടായിരുന്നു ട്രംപിന് എന്ന് പറയാം. അപ്പൊ ആ രീതി അദ്ദേഹത്തെ അവിടുന്ന് ഹൈജാക്ക് ചെയ്ത് പോയതിനു ശേഷവും കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടായില്ല. സെക്കൻഡ് അതിന്റെ അടുത്ത കാറ്റഗറിയിലുള്ളവർ മുഖ്യധാരയിലേക്ക് വരുന്നു. ഇറാനെ സംബന്ധിച്ച് അങ്ങനെയുള്ള മുകളിൽ നിന്ന് ഒരു പിക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം അത്രമേൽ ബന്ധിതമാണ് ഖൊമൈനിയും അദ്ദേഹത്തിന് താഴെയുള്ള ഷൂറ കൗൺസിലും മറ്റു മത നേതാക്കളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ഇവിടെ പോസിബിൾ അല്ല. രണ്ടാമതൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ അഭിലാഷ് സാറൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു കോംപ്രമൈസിന്റെ ഒരു ഭാഷയാണ്. ഇറാനിലെ നേതൃത്വവും അമേരിക്കയുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വിട്ടുവീഴ്ചകൾ തയ്യാറാകുന്ന പോലുള്ള ഒരു സംഗതി. പക്ഷെ അവിടെയും ഖൊമൈനിയെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ച് അത് ആത്മഹത്യാപരമാണ്. കാരണം തീർച്ചയായും അദ്ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് ഒരിക്കലും അമേരിക്ക ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത് സിറിയയിലെ ബഷർ അൽ അസദിന് സംഭവിച്ച പോലെ റഷ്യയിലേക്ക് നാടുവിടുകയോ പോലുള്ള ഒരു സാഹചര്യമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. മൂന്നാമതൊരു സാഹചര്യം അവരെ സംബന്ധിച്ച് ഉണ്ടാവാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് പൂർണ്ണമായും സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഭരണകൂടത്തിന്റെ സ്വഭാവവും അത് നേരിടുന്ന രീതിയും ഇതുവരെ എങ്ങനെയാണോ നേരിട്ടുകൊണ്ടിരിക്കുന്ന രീതിയും വെച്ചുകൊണ്ട് അവരൊരു കോംപ്രമൈസിൽ തയ്യാറാവില്ല എന്നുള്ളത് തന്നെ. അവിടെയാണ് ട്രംപ് ഉപയോഗിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത് പ്രഷർ പ്രഷറിക്കെടുത്തുക, ആയുധങ്ങൾ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുക, പടയൊരുക്കങ്ങൾ നടത്തുക, സാമ്പത്തികമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക, എല്ലാ രീതിയിലും വരുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനകത്ത് തന്നെ ഭരണകൂടത്തെ മാറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പോയിന്റ്. ആ ഒരു പോയിന്റ് എവിടെ വരെ പോകും എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ കൊണ്ട് തന്നെ ഒരു ഭരണമാറ്റം സാധ്യമാക്കുക, അതായിരിക്കും ഒരുപക്ഷെ ട്രംപ് ഉദ്ദേശിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരികയാണ്. ഡോക്ടർ സനന്ദ് പറഞ്ഞ ആ ഒരു പോയിന്റ്, ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു പ്രക്ഷോഭമാണ് ഈ സംഘർഷങ്ങളുടെയൊക്കെ ഒരു ട്രിഗറിങ് പോയിന്റ്. അപ്പോൾ ട്രംപ് മാക്സിമം പ്രോത്സാഹനം കൊടുക്കുകയായിരുന്നു, അവിടുത്തെ പ്രക്ഷോഭകർക്ക് മാക്സിമം പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ സങ്കടകരമായിട്ടുള്ള പല വാർത്തകളുമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരെയൊക്കെ കൂടി പീഡനങ്ങൾക്കൊക്കെ വിധേയമാക്കുന്നു, നിരവധി അറസ്റ്റുകൾ, 10,000 കണക്കിന് അറസ്റ്റുകൾ അവിടെ നടക്കുന്നു എന്നൊരു കാര്യം. ഈ
ഈ പറയുന്നത് പോലെ ഇറാന്റെ ഉള്ളിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നൊരു സ്ട്രാറ്റജി അത് എത്രത്തോളം ഒരു പ്രാക്ടിക്കൽ ആയിരിക്കും? കാരണം ഇപ്പുറത്ത് ഈ ഏകദേശം ലക്ഷക്കണക്കിന് ഞാൻ മനസ്സിലാക്കുന്ന 10 ലക്ഷത്തോളം വരുന്ന ഈ IRGC, അതായത് ഒരു ഈ ഖമേനിയെ അവർ കാണുന്നത് ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ നിലയിലാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന കൽപ്പനകൾ ദൈവതുല്യമായിട്ടുള്ള കൽപ്പനകൾ എന്ന രീതിയിൽ എന്ത് വില കൊടുത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ലക്ഷക്കണക്കിന് ഒരു സൈനിക വിഭാഗം അപ്പുറത്തും നിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പ്രക്ഷോഭകരെ ഉപയോഗിച്ച് അവിടെ ഒരു അട്ടിമറി നടത്താനുള്ള ഒരു സാധ്യത അത് എത്രത്തോളം ഒരു പ്രാക്ടിക്കലാണ് ഡോക്ടർ അഭിലാഷ്? ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതു തരത്തിലുള്ള ഒരു ഇന്റേണൽ ഓപ്പറേഷൻ, ഒരു ഗവൺമെന്റിനെ മാറ്റുവാനായിട്ടുള്ള ഒരു ഇന്റേണൽ ഇന്റർവെൻഷൻ നടക്കണമെങ്കിൽ അതിന് എക്സ്റ്റേണൽ എയ്ഡ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ ഇറാനിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭം വിജയകരമായിട്ട് പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് അതിൽ ഇസ്രയേലിന്റെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ഒരു പിന്തുണയും GCC രാജ്യങ്ങളുടെ ടാക്ടിക്കലായിട്ടുള്ള ഒരു അനുമതിയും കൂടി വേണം. ഈ രണ്ട് കാര്യങ്ങളോട് ഒരുമിച്ച് ചേർന്ന് വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇത്തരത്തിൽ ഇപ്പൊ അമേരിക്കയുടെ ഒരു മിലിറ്ററി ഇന്റർവെൻഷൻ ആയാലോ അല്ലെങ്കിൽ റെജീം ചേഞ്ച് ആയാലോ ഒക്കെ നടക്കാനുള്ള പ്രാക്ടിക്കലായ സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം നടക്കുന്നൊരു ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓർക്കുക, ഇപ്പം സനൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോഴും റിപ്പബ്ലിക് എന്ന വാക്കിന് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള അതിന്റെ അർത്ഥം അവിടെ ഇല്ല. ഇറ്റ് ഈസ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ്. സോ ഇറാൻ എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൽ അയത്തുള്ള എന്ന് പറയുന്ന ഒരു റിലീജിയസ് പദവി വഹിക്കുന്ന ഉന്നതനായ ഒരു നേതാവാണ് ഖമേനി എന്നിരിക്കെ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ഏത് തരത്തിലുള്ള എൻഗേജ്മെന്റിനെയും ആ വ്യക്തിക്കെതിരായിട്ടുള്ളതല്ല, പകരം ആ പദവിക്കും ആ പദവിക്ക് കാരണമായ മതത്തിനും വേണ്ടിയുള്ളതായിട്ടാണ് വിവക്ഷിക്കപ്പെടുന്നത്. സോ അതുകൊണ്ട് തന്നെ IRGC ആയാലും എതിർഭാഗത്ത് നിൽക്കുന്നവരായാലും കാണുന്നത് ഖമേനിക്ക് അപ്പുറത്തേക്ക് ഇത് അവരുടെ മതസംവിധാനത്തെ അട്ടിമറിക്കാൻ ഒരു രീതിയിൽ ആണ് ഇതിനെ കാണുന്നത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രക്ഷോഭത്തിന് വളരെ വ്യാപകമായിട്ടുള്ള ഒരു 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 ഓർഗാനിക് ആയിട്ടൊരു പിന്തുണ മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നും അവരുടെ ടാക്ടിക്കൽ പ്രഷറും ഒക്കെ കൂടെ ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിൽ 3 ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ വിപ്ലവം ഈ പറയുന്ന പ്രക്ഷോഭകാരികളിൽ കൂടി വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ട് ഖമേനി മാറി ഖമേനിക്ക് പകരം ഖമേനിയുടെ കൂടി താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലോ GCCയുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ഒരു നേതാവിനെ കൊണ്ടുവരാനുള്ളൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, മറ്റൊരു ആസ്പെക്റ്റിലേക്ക് പോകുമ്പോൾ ഡോക്ടർ സനൻ, നമുക്കറിയാം ഇറാനെ പിന്തുണച്ചിരുന്ന ഒരു രാജ്യമാണ് റഷ്യ. ഒപ്പം തന്നെ ചൈനയുടെ ഒരു പിന്തുണയും ഇറാനുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ വലിയ രീതിയിലുള്ള ഭീഷണി അമേരിക്കയ്ക്ക് നേരെ മുഴക്കിയിട്ടുണ്ട്. ഈ ഇറാനിലുടനീളം വലിയ പരസ്യ ബോർഡുകളൊക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അതായത് അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ, അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന രീതിയിൽ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മിലിറ്ററി ആക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയാനുള്ളൊരു ധൈര്യം ഇവർക്ക് ലഭിക്കുന്നത് ചൈനയും റഷ്യയും ഒപ്പമുണ്ട് എന്ന ആ ഒരു വികാരത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണോ? ഈ റഷ്യയും ചൈനയും ഒരു ഈ പറയുന്ന പോലെ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇറാനൊപ്പം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആ പിന്തുണ എത്രത്തോളം ഇറാന് ഗുണം ചെയ്യും? ഡോക്ടർ സനൻ. ഒരുപക്ഷെ ഇറാന്റെ രാഷ്ട്രീയ പ്രതികരണം പലപ്പോഴും ഇറാന്റെ മാത്രം പ്രതികരണമാണ്. കാരണം മേഖലയിലെ മറ്റു രാഷ്ട്രങ്ങളുമായി താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി തീവ്രമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധം എന്ന് അവർ വിശേഷിപ്പിക്കുന്നു അമേരിക്കന് വിരുദ്ധത. കാരണം അവിടുത്തെ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ വിരുദ്ധതയാണ്. അപ്പൊ എങ്ങനെയാണ് അമേരിക്കയുടെ അഗെയിൻസ്റ്റുള്ള ചെറിയ വിജയങ്ങൾ പോലും അമേരിക്ക അവിടെ ഇറാന്റെ ഭരണകൂടം സ്റ്റെബിലിറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കഴിഞ്ഞ മുമ്പത്തെ ലോകകപ്പ് ഫുട്ബോളിനെ സംബന്ധിച്ച് നോക്കിയാൽ അറിയാം, അമേരിക്കയുമായിട്ടുള്ള യുദ്ധത്തെ വിജയിക്കുന്നതിന് ഖമേനി കൺസിഡർ ചെയ്യുന്നത് വലിയ സാത്താനെതിരായിട്ടുള്ള ഏറ്റവും വലിയ യുദ്ധം എന്ന രീതിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെയുള്ള പോർവിളികൾ അവിടുത്തെ സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമാണ്. കാരണം ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് നാളെ നേരിട്ട് അമേരിക്ക ഒരു അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഖമേനിക്ക് ഒരു പിടിവെള്ളിയാണ് അത്. കാരണം അതിന്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തെ കൂടെ നിർത്താൻ സാധിക്കും എന്നുള്ളത്. ഒരുപക്ഷെ 80 മുതൽ 88 വരെ നടന്ന ഇറാഖ് യുദ്ധത്തിൽ സമാന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയുടെ പിന്തുണ ഉണ്ടായതോടുകൂടി ഈ ഖമേനിയുടെ പിന്തുണയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവിടെ ചൈനയും റഷ്യയുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ചൈനയും റഷ്യയും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ആണ്. രണ്ടുപേർക്കും താല്പര്യങ്ങളുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നേരിട്ട് ഈ രണ്ട് രാഷ്ട്രങ്ങളും ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ വെനിസ്വേലയിലൊക്കെ കണ്ട പോലെ തന്നെ പ്രസ്താവനകൾ ഉണ്ടാവും, സംഭവത്തിൽ അപലപിക്കൽ ഉണ്ടാവും, UN പ്രമേയം കൊണ്ടുവരും. അതിനപ്പുറത്തേക്ക് നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് നമ്മൾ ചൈനയുടെയൊക്കെ കുറച്ചു നാളത്തെ ഫോറിൻ പോളിസി നോക്കിയാൽ അറിയാം, ശക്തമായി പ്രതികരിക്കുന്നതിനപ്പുറത്ത് ഒരിക്കലും മിഡിൽ ഈസ്റ്റിലെ ഒരു ഡയറക്റ്റ് മിലിറ്ററി ആക്ഷന് പോകാനുള്ള സാധ്യത ചൈനയുടെ ഭാഗത്തില്ല.
റഷ്യ നമുക്കറിയാം ഓൾറെഡി യുക്രൈൻ വാറുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ ഒരു തരത്തിൽ അതിനപ്പുറത്തേക്ക് പോകാത്തതുകൊണ്ട് തന്നെ ഇവരുടെ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്ത് വലിയ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നേരിട്ടുള്ള യുദ്ധത്തിനുള്ള സാധ്യത അമേരിക്കയുടെ ഭാഗത്ത് നോക്കുമ്പോഴും കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു വാദം. ഓക്കെ, ഞാൻ ഡോക്ടർ അഭിലാഷിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചൊരു സന്നിഗ്ധാവസ്ഥ ഈ ഒരു വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇറാനിലെ ചബാർ ആ ഒരു പോർട്ട് ഏകദേശം $370 മില്യൺ അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യ ഇറാനിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഒരു സന്നിഗ്ധാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ടോ? ആരെ പിന്തുണയ്ക്കണം എന്നൊരു കാര്യത്തിൽ ഡോക്ടർ അഭിലാഷ്. ഇന്ത്യ നമ്മൾ ഹിസ്റ്റോറിക്കായിട്ട് ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷാ പഹലവിയെ പുറത്താക്കിയ നീക്കത്തെ അപലപിച്ചുകൊണ്ട് തന്നെ പിന്നീട് വന്ന ഇസ്ലാമിക ഭരണകൂടവുമായിട്ട് ടാക്ടിക്കലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ ഇന്ത്യയുടെ നിലപാട് UNHRCയിൽ റെസൊല്യൂഷന് എഗൻസ്റ്റ് ആയിട്ട് വന്ന നിലപാട്, അതിനെ ഇറാന്റെ അംബാസിഡർ അഭിനന്ദിച്ചതും ഒക്കെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് വെച്ചാൽ ശരിക്കും ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. അങ്ങേയറ്റം പ്രാഗ്മാറ്റിക് ആയിട്ട് നമ്മുടെ സാമ്പത്തിക അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള താല്പര്യങ്ങൾ എവിടെ നിൽക്കുന്നു അതിനൊപ്പം ചലിക്കുക എന്നൊരു നിലപാടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചബാഹർ പോർട്ടിന്റെ സാങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് US-ഉമായിട്ടുള്ള ആ എക്സ്റ്റൻഷൻ സാങ്ഷൻ വെയ്വറിന് വേണ്ടിയുള്ള ചർച്ചകൾ US-ഉമായിട്ട് നടക്കുന്നു. അതേസമയം തന്നെ UNHRCയിൽ നമ്മൾ നോ പറയുന്നു. അതോടൊപ്പം തന്നെ ഇറാനിൽ നടക്കുന്ന കാര്യങ്ങളിൽ വ്യക്തമായി വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറയുന്ന കാര്യങ്ങളെ ഇപ്പോൾ സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റേഴ്സിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ അപലപിക്കുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ അതത് കാര്യങ്ങൾക്കനുസരിച്ച് ആസ് ആൻഡ് വെൻ ദ സിറ്റുവേഷൻ ഒക്കേഴ്സ് റെസ്പോൺസ് ആ രീതിയിലൊക്കെ കാലിബ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പം ഇന്ത്യയുടെ ഈ ഒരു നിലപാട് തന്നെയാണ് ഒരുപക്ഷെ വേറൊരു തലത്തിൽ ചൈനയോ അല്ലെങ്കിൽ ഇറാനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളും സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും ഒരു യുദ്ധത്തിന്റെ ചെലവ് വഹിക്കുവാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു ലോങ് ടേം ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ത്യയും അത് വളരെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഈ നിലപാട് ശ്ലാഘനീയമാണ്. കാരണം നടക്കുന്ന കാര്യങ്ങൾ ഇനി അതിനുശേഷമുള്ള ഔട്ട്കമ്മിലേക്ക് നമ്മൾ ഇടപെടാം എന്ന രീതിയിലേക്കാണ് നമ്മളുടെ നിലപാട് നിൽക്കുന്നത്. ഓക്കെ, ഏറ്റവും അവസാനമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഡോക്ടർ സനൻ, ഞാൻ ആ ഒരു ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം ഇറാൻ എപ്പോഴും അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം, ഈ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യം ഈ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക എന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് നേരിട്ടുള്ളൊരു കൺഫ്രണ്ടേഷൻ, ഇപ്പോൾ ടോൾട്ടേ വാർ ഒഴിച്ചു നിർത്തി നേരിട്ടൊരു കൺഫ്രണ്ടേഷനിലേക്ക് ഇവർ പോയിട്ടില്ല. പക്ഷേ ഇവരുടെ ഒരു ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്, ഹൂതികൾ, ഹിസ്ബുള്ളകൾ, ഹമാസ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വാർത്ത ഹൂതികൾ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി മുഴക്കി കഴിഞ്ഞിരിക്കുന്നത്, ചെങ്കടലിലൂടെയുള്ള കപ്പൽ വ്യൂഹങ്ങളെ ആക്രമിക്കും എന്നൊരു കാര്യത്തിൽ. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഈ വരുന്ന ഒരു സംഘർഷത്തിൽ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ഈ ഹിസ്ബുള്ളകൾ, ഹമാസ് ഇവർ രണ്ടുപേരും ഏകദേശം ഇല്ലാതായി തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഹൂതികൾ അപ്പുറത്ത് ഒരു ശക്തി അവരുടെ പക്കൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിനെ ഇറാൻ എത്രത്തോളം പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു സംഘർഷത്തിൽ, ഡോക്ടർ സനൻ? വസ്തുതയിൽ ഇറാൻ അതിന്റെ രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹിസ്ബുള്ളയുടെ അവസ്ഥ നമുക്കറിയാം, ഹമാസിന്റെയും സാഹചര്യം എങ്ങനെയാണ്. ഹൂതികൾ മാത്രമാണ് ഒരു പരിധി വരെ ഇപ്പോഴും അവർക്ക് വേണ്ടി പടവിട്ട് നിൽക്കുന്നത്. അവിടെയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഇറാന് കഴിഞ്ഞ ഇസ്രായേലുമായി അമേരിക്കയുമായിട്ടുള്ള ആക്രമണത്തിന് ശേഷം തിരിച്ച് അവരുടെ മിസൈലുകളൊക്കെ വിടുന്നു. അപ്പൊ അവരുടെ ആയുധ ശേഖരത്തില് ഒരു 35% ആയുധങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ട് വരുന്നത്. ഇറാനെ സംബന്ധിച്ച് അതുമാത്രം വലിയ ബാക്കപ്പ് ഉള്ള ആയുധങ്ങളുള്ള സന്നാഹങ്ങളുള്ള ഒരു രാഷ്ട്രമല്ല. പല സാങ്ഷൻസ് കൊണ്ടും മറ്റു ടെക്നോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടുമൊക്കെ പരിമിതമായ വിഭവങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സപ്ലൈ ചെയിൻ പ്രധാനമാണ്. ഇത്തരം ഈ പറയുന്ന റിബൽ ഗ്രൂപ്പുകൾക്കുള്ള സപ്ലൈ ചെയിൻ നിലവിൽ കട്ടായുള്ള ഒരു സാഹചര്യമാണ്. ഇനി പുതിയതായി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇറാന്റെ കയ്യിലില്ല. കാരണം ഇറാൻ തന്നെ സ്വന്തം പിടിച്ചു നിൽക്കാനായിട്ട് ഇപ്പൊ ആംസിന്റെ ഒരു കണ്ടീഷനിലാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഇറാൻ ന്യൂക്ലിയർ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ സംഗതികളുണ്ട്. അവസാന ഓപ്ഷൻ എന്ന രീതിയിൽ പിടിച്ചു നിൽക്കാനായിട്ട് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു കൈകാലത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇറാന് പഴയ പോലെയുള്ള ഒരു പിന്തുണ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള പ്രധാനമാണ്. രണ്ട് മേഖലയിൽ മറ്റു രാഷ്ട്രങ്ങൾ, സൗദി അറേബ്യ, UAE പോലുള്ള രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. കാരണം ഒരു യുദ്ധം ബാധിക്കാൻ പോകുന്നത് ഇറാനെ മാത്രമല്ല, മേഖലയിലുള്ള മൊത്തമുള്ള എണ്ണ കച്ചവടത്തെയും അവരുടെ സ്റ്റെബിലിറ്റിയും എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ഹൂതീസ് അതിൽ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ കൃത്യമായി ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്.
അതുകൊണ്ട് തന്നെ ഇറാൻ ആ ഒരു മേഖലയിൽ ഏറ്റവും ദുർബലമാണ്. സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഇറാൻ അതിന്റെ 79-ന് ശേഷം ഏറ്റവും ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്നുള്ളതാണ് അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ഓക്കെ, വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും യുദ്ധം അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ തന്നെയാണ്. പക്ഷേ എന്ത് വില കൊടുത്തും അവിടെ ഇറാനിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ പുരോഹിത ഭരണകൂടം, ഖമേനി ഭരണകൂടം അവർ തുടച്ചു നീക്കപ്പെടുക തന്നെ വേണം. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്ക് പോകാതെ തന്നെ ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നീതി ലഭ്യമാകട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു. മറ്റു മഹായുദ്ധത്തിലേക്ക് ഈ ഒരു സംഘർഷം വഴി വെട്ടാതിരിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഡോക്ടർ അഭിലാഷ്, ഒപ്പം തന്നെ ഡോക്ടർ സനന്ദ്, രണ്ടുപേർക്കും നന്ദി.